നമസ്കാരം. സർക്കാരും മുഖ്യമന്ത്രിയും വനിതാ എംഎൽഎമാരും നീലക്കുയിൽ പാപ്പരാസി മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ആരാണ് ഇവരെ വളർത്തുന്നത്? ആരാണ് ഇവർക്ക് ഇത്ര ധൈര്യം നൽകുന്നത്? മറ്റുള്ളവന്റെ അടുക്കളയിലെ പുകയൂതുന്നതും കിടപ്പറയിലെ രഹസ്യങ്ങൾ എത്തി നോക്കുന്നതുമാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന കുറെ തമ്പുനയിൽ മാമന്മാരിന്ന് നമുക്ക് ചുറ്റുമുണ്ട്. റേറ്റിംഗിനും വ്യൂസിനും വേണ്ടി ഒരാളുടെ കണ്ണീരിനെ കച്ചവടച്ചരക്കാക്കുന്ന ചത്തവന്റെ മണ്ണിൽ പോലും മസാല തിരിയുന്ന ഓൺലൈൻ പാപ്പരാസികൾ. ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറയും മൈക്കുമായി അതിക്രമിച്ചു കയറാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? സിനിമാ നടിമാരെ വിട്ട് സിനിമാ ലോകം വിട്ട് രാഷ്ട്രീയത്തിലും പാപ്പരാസി മീഡിയകൾ ഇടപെടുന്നത് അപകടകരമല്ലേ? UDF സർക്കാർ ഇതിന് സത്യത്തിൽ വളമിട്ട് കൊടുത്താൽ വലിയ അപകടമാകും സംഭവിക്കാൻ പോവുക. അതായത് നമുക്കറിയാം, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ചത് നീലക്കുയിൽ പോലുള്ള മഞ്ഞ ഓൺലൈൻ പാപ്പരാസി മീഡിയകളെ ആയിരുന്നു. തെരഞ്ഞെടുപ്പ് സമയമാണ്, സ്വാഭാവികമായും ജനങ്ങളിലേക്ക് പലതും എത്തിക്കാൻ അത്തരത്തിലുള്ള മീഡിയകളെയൊക്കെ പലരും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ ഇടതുപക്ഷം അങ്ങനെ ഉപയോഗപ്പെടുത്തി കണ്ടിട്ടില്ല. കൂടുതലും UDF ആണ് ഇടപെട്ടിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. നോക്കൂ, നീലക്കുയിൽ പോലെയുള്ള ഒരു ഓൺലൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മഞ്ഞ പാപ്പരാസി ഓൺലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി ഇലക്ഷനെ നേരിട്ട ഒരു മുന്നണി അതൊരു പക്ഷെ UDF ആകാനാണ് സാധ്യത. അങ്ങനെ ഈ പാപ്പരാസി മീഡിയകളെ പൊളിറ്റിക്സിലേക്ക് ഒരു മുന്നണി ഇടപെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? അവർക്ക് കൂടുതൽ പവർ കിട്ടുന്നു എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാവുകയാണ്. ഏതെങ്കിലുമൊക്കെ നടി ജിമ്മിൽ പോയി പുറത്തേക്ക് വരുമ്പോൾ അതും നോക്കി ഇരിക്കുന്ന, മൊബൈലും പൊക്കിപ്പൊടിച്ച് നോക്കിയിരിക്കുന്ന പാപ്പരാസികളെ രാഷ്ട്രീയത്തിലേക്ക് മാടി വിളിക്കുകയാണ്. അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക? ഞങ്ങൾ കാരണമാണല്ലോ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്, സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊരു തോന്നൽ അവർക്ക് ജനിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താണ് കാണുന്നത്? പാപ്പരാസി മീഡിയകൾ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ട്രൈക്ക് നടന്നാൽ ഈ മൊബൈലും പൊക്കിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ? അല്ല. അതായത് അവിടെ ഒരു ജലപീരങ്കി പ്രയോഗം ഉണ്ടായാൽ ആ വെള്ളം അവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും പൊതുപ്രവർത്തകരുടെ ശരീരത്തിലൊക്കെ പതിക്കുമല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ പതിക്കുന്നുണ്ടോ? പതിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയും? അത് എങ്ങനെ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയും? ഇതാണ് ഇത്തരം പാപ്പരാസി മീഡിയകൾ ചിന്തിക്കുന്നത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല. ഒരിക്കലും ഇത്തരം പാപ്പരാസി മീഡിയകളെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് തന്നെ വലിയ അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഫാത്തിമ തഹ്ലിയയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. വേറൊരു പാപ്പരാസി മീഡിയയിലാണ് തോന്നിയിട്ടുള്ളത്. സുന്ദരി MLA ചെയ്യുന്നത് കണ്ടോ? സുന്ദരി MLA നടക്കുന്നത് കണ്ടോ? സുന്ദരി MLA പറഞ്ഞത് കേട്ടോ? ഇതൊക്കെയാണ് ഇതിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത സ്പേസ് അവർ ഏത് രീതിയിലാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് നോക്കൂ. അതായത് ഒരു പൊതുപ്രവർത്തകയെ ഇങ്ങനെ കാണിക്കുകയാണ്. അതായത് അവരുടെ ചിത്രം കാണിക്കുന്നു, ഒരു വീഡിയോ കാണിക്കുന്നു, അവർ പല ആംഗിളിൽ നിന്ന് എടുക്കുന്നു. അതായത് ചില നടിമാരുടെയൊക്കെ ചില വീഡിയോകൾ വരാറുണ്ടല്ലോ, ആ രീതിയിൽ എടുക്കുകയാണ്. എന്തായാലും ഫാത്തിമ തഹ്ലിയ ഇതിനെതിരെ ശക്തമായിട്ടൊരു മറുപടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്തൊരു പോസ്റ്റ് ഇടുന്ന കാഴ്ച ഞാൻ കണ്ടു. നിയമം ചിലപ്പോൾ അതിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ എന്തായാലും MLA പറയുന്നുണ്ട്. അപ്പൊ പൊതുവെ എല്ലാ വനിതകൾക്കും, അത് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്ന എല്ലാ വനിതകൾക്കും ഇത് അപകടമാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചു വെക്കുകയാണ്. അത് കോൺഗ്രസിലുള്ളവർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ CPM-ലുള്ളവർക്ക് മാത്രമല്ല, BJP-യിലുള്ളവർക്ക് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്ന എല്ലാ സ്ത്രീകൾക്കും, കാണാൻ കൊള്ളാവുന്ന എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ അത്യാവശ്യം ശരീരമൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് യുവമാർ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം പാപ്പരാസി മീഡിയകളെ കുറച്ച് നീക്കി നിർത്താൻ എന്തായാലും ശ്രമം നടത്തണം. ഇപ്പൊ പൂക്കി CM എന്ന് പറയുന്ന ഒരു പേര് യാർത്തി കൊടുത്തത് ഈ നീലക്കോയിൽ പോലുള്ള ഓൺലൈൻ മീഡിയാസ് ആണ്. അത് സ്വാഭാവികമായിട്ടും സതീശനെ പോലുള്ളവർക്ക് വലിയ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയുമാണ്. കാര്യം പൂക്കി പിള്ളേരെയൊക്കെ അടുപ്പിക്കാനായിട്ടൊക്കെ അത് ഒരു വലിയ കാര്യമായിട്ട് മാറും. കാരണമായിട്ട് മാറുക മാത്രമല്ല, റീൽസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ആണുങ്ങളുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉമ്മാരെ ഏത് രീതിയിലാണ് ഇടപെടൽ നടത്തുന്നത്? ക്യാപ്ഷനുകൾ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നോക്കൂ, സലീം കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീലക്കുയിൽ അടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടൽ എല്ലാവരും കണ്ടതല്ലേ? നമ്മളെല്ലാവരും കണ്ടതല്ലേ? എങ്ങനെയാണ് അവർക്ക് അത്തരത്തിലുള്ള ഇടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ അഴിഞ്ഞാടാൻ കഴിയുന്നത്? അത് ഇത്തരം പൊളിറ്റീഷ്യന്മാർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പൊളിറ്റിക്കൽ പാർട്ടി ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അവർക്ക് ആ സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് വലിയ അപകടമാണ്. അവിടെ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ, അവരെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ. പക്ഷേ മുഖ്യമന്ത്രി ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അവരെ പിണക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ തന്നെ ഈ പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള മാധ്യമങ്ങൾക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള വിഷ്വലുകൾ ഈ പറയുന്ന പാപ്പരാസി മീഡിയകൾക്ക് കിട്ടുകയാണ്. ആരാണ് ഇവരെ ഇത്തരം PR വർക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതൊക്കെ വലിയ അപകടത്തിൽ കൊണ്ടുപോയി എത്തിക്കുക മാത്രമേ ചെയ്യൂ എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട
വിശ്വസിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് വെറും ക്ലിക്ക് ബൈറ്റ് ഭിക്ഷക്കാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തനത്തിന്റെ മാന്യതയെ തെരുവിൽ പിച്ച് ചീന്തുന്ന ഈ പാപ്പരാസി സംസ്കാരത്തിന്റെ പൊള്ളത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് ക്യാമറ ധരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. എങ്കിലും വ്യൂസ് കൂട്ടാൻ ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇതാണ് ഇന്നത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ്. തമ്പനയിൽ ഒരു പെൺകുട്ടിയുടെ പടവും വെച്ച് ആരും കാണാത്ത ദൃശ്യങ്ങൾ എന്ന് എഴുതി പിടിപ്പിക്കും. അകത്ത് കയറി നോക്കിയാൽ ഉണ്ടാവുക പൂജ്യത്തിന്റെ വില പോലും ഇല്ലാത്ത ഗോസിപ്പുകളും വിഴുപ്പലുകളും വ്യത്യഹത്തെയും ഒക്കെ മാത്രമായിരിക്കും. ഇത് യൂട്യൂബ് ഡോളർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രം, യുഎസിനെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഉപയോഗിച്ച് മാത്രം ഇവർ ചെയ്യുന്നതാണ്. അതായത് ജീവിക്കുന്ന ഈ വ്യൂസ് പ്രാന്തന്മാരെ നമ്മൾ ഇനിയും സഹിക്കണം എന്നുള്ള കാര്യം സർക്കാർ തന്നെ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമ ലോകത്തെ ഈ മഞ്ഞപ്പിത്ത ബാധിതരെ കുറിച്ച് ചിലതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്ന് നുണകൾക്ക് ചിറക് നൽകുന്നത് ചില ഓൺലൈൻ പാപ്പരാസി മാധ്യമങ്ങളാണ്. ഒരു മരണ വീട്ടിലോ തകർന്നുപോയ ഒരു കുടുംബത്തിന് മുന്നിലോ ചെന്ന് ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്ന ക്രൂരതയ്ക്ക് പിന്നിൽ മാധ്യമ പ്രവർത്തനമല്ല, വെറും സാഡിസമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വാർത്തകൾ വിൽക്കുന്ന ഈ ചന്തയിൽ മനുഷ്യന്റെ അന്തസ്സും സ്വകാര്യതയുമാണ് ദിവസവും വിലപേശി തോൽക്കുന്നത് എന്നുള്ളതാണ്. റേറ്റിംഗിന്റെ പേരിൽ മനസാക്ഷി പണയം വെച്ച ഈ ഓൺലൈൻ കഴുകന്മാരെ നിലക്ക് നിർത്തിയേ മതിയാവൂ എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ഈ വിഷയം എല്ലാ പൊതുപ്രവർത്തകരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സമരമോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടികളോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളെ വിളിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ പാപ്പരാസി മീഡിയകളെ നിങ്ങൾ വിളിക്കരുത്. അവർ കാണുന്നതും അവർക്ക് ആവശ്യമുള്ളതും നിങ്ങളുടെ സമരമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു അപകടം ക്ഷണിച്ചു വരുത്തിയ ശേഷം പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. പൊതുപ്രവർത്തന രംഗത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ഒരു മാന്യതയുണ്ട്. ആ മാന്യതയ്ക്ക് അപ്പുറത്തേക്ക് അത് വിട്ട്, അതിർവരമ്പുകൾ വിട്ട് പുതിയൊരു വിപ്ലവവും പുതിയൊരു സംസ്കാരവും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ അത് വലിയ രീതിയിൽ തന്നെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ പറഞ്ഞു വെക്കുകയാണ്. മാധ്യമങ്ങളെ ഒരിക്കലും ഓൺലൈൻ മാധ്യമങ്ങളെ നിയമപരമായി ഒക്കെ മാറ്റി നിർത്തുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അവരെ ഓരോ വിഷയങ്ങൾ ഇടപെടുത്തുമ്പോഴും അത് ഏതൊക്കെ രീതിയിൽ അപകടകരമായി മാറും, അത് ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾ കാരണമല്ലേ നിങ്ങൾ ഇന്ന് ആ സീറ്റിൽ ഇരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോയി ഏകദേശമൊക്കെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ എല്ലാ മാധ്യമങ്ങളെയും സംബന്ധിച്ച്, വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരു ഡീസന്റ് അവർ കാണിക്കുന്നുണ്ട്, ഒരു മാന്യത അവർ പുലർത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു മാന്യത പാപ്പരാസി മീഡിയകളിൽ നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇന്നിവർ ഇത്തരം പരിപാടികൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നു. ഇന്നിവർ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ നിങ്ങളുടെ വനിതാ ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ചിത്രം കൊടുത്ത് ഇത്തരത്തിൽ ക്യാപ്ഷൻ ഇട്ട് അവർ കൊടുത്തു. നാളെ നിങ്ങളുടെ വനിതാ നേതാക്കൾ ജിമ്മിൽ പോകുമ്പോൾ ഇവന്മാർ അവിടെ ഒളിച്ചു നിന്ന് ഇതുപോലെ തന്നെ വീഡിയോ എടുക്കും. എന്നിട്ട് ഈ സ്ഥിരം പല സിനിമാ നടിമാരോടൊക്കെ ചോദിക്കുന്ന പോലുള്ള ചെറ്റ വർത്തമാനങ്ങൾ ഇവരുടെ അടുത്ത് ചോദിക്കും. അവർ തിരിച്ചു മറുപടി പറയും. ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചില ആളുകൾ രാഷ്ട്രീയത്തെ പറ്റി വിചാരിക്കുകയും അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഓൺലൈൻ മീഡിയകളെ സർക്കാർ തീർച്ചയായും നിലക്ക് നിർത്തേണ്ടതുണ്ട്. ഇത്തരം ഓൺലൈൻ മീഡിയകളെ ദയവ് ചെയ്ത് ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത്. അങ്ങനെ ആരെങ്കിലും പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ശക്തമായ താക്കീത് നൽകുക. ഏതൊക്കെ മീഡിയകളാണ്, ഏതൊക്കെ ആളുകളാണ് ഈ പരിപാടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കാനുള്ള ബാധ്യത സർക്കാരിനും ആ പരിപാടിയുടെ സംഘാടകർക്കും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.